മലപ്പുറം കാളികാവിൽ പിതാവ് മർദ്ദിച്ചു കൊന്ന 2.5 വയസ്സുകാരി നേരിട്ടത് വലിയ പീഡനമെന്ന റിപ്പോർട്ട്. മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. തലയിലെ രക്തസ്രാവമായിരുന്നു കാരണമായത്. പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ല എന്നൊരു ആരോപണം ഇപ്പോൾ ഉയരുന്നു. ഇവിടെ നിക്കാഹ് കഴിഞ്ഞ അവിടുന്ന് തൊട്ടാണ് ഓളെ ഉപദ്രവിച്ചു തുടങ്ങിയത്. നിക്കാഹ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഓളെ അവിടുന്ന് കൊണ്ടുപോയിരുന്നു അവന്റെ വീട്ടിക്ക്. ആ വീട്ടിൽ കൊണ്ടുപോയി അന്ന് ഓളെ നല്ല പരമാവധി ഓളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓളെ തല അടിക്കുക, അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്കൊന്നും ഇതാക്കി തന്നിട്ടില്ല. ഞങ്ങൾ ആട്ടിയർക്ക് വിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ കോംപ്രമൈസ് ചെയ്യിക്കാണ്ട് വീണ്ടും ഒരു കൊണ്ടുപോകും. നമുക്ക് പരിക്കേൽപ്പിച്ചിട്ടാണ് ഓളയും കുട്ടികളും തരല്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊണ്ടുപോയിരുന്നു. അന്ന് കുട്ടീനെ ഇതേപോലെ നല്ല പരിക്കേൽപ്പിച്ചു. മുഖമൊക്കെ ആകെ നീല കളറായി. അന്നിട്ട് ഞങ്ങള് പൂക്കോട്ടുംപാടം സ്റ്റേഷനിലും കാളയിലും ഒക്കെ കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഇതെന്താ കുട്ടിക്ക് പരിക്കെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അവന്റെ പെങ്ങളെ കുട്ടി കാട്ടിന്നാ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ പെങ്ങളെ കുട്ടി കാട്ടിയതല്ലേന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഇവള് പറഞ്ഞത് കാക്കു കാട്ടിക്കണ്, ഇങ്ങനെ ഉപദ്രവിച്ചിക്കണെന്ന്. നല്ലോണം ഉപദ്രവിച്ച്. കഴിഞ്ഞിട്ട് പിന്നെ ഓക്ക് ബ്ലീഡിങ് ഒക്കെ ആയി. ഓളെ അടിവയറ്റിന് തട്ടിക്കാണ്ട് ബ്ലീഡിങ് ആയി. ഞങ്ങള് മഞ്ചേരി കൊണ്ടുപോയി അഡ്മിറ്റ് ഒക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ ഞങ്ങളെ കുട്ടീനെ ഇങ്ങനെ പരിക്കേൽപ്പിച്ചത് നല്ലോണം. പ്രേക്ഷകരെ വളരെ അലോസരപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഉണ്ടായത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ, യഥാർത്ഥത്തിൽ ഈ പിതാവ് എത്ര ക്രൂരനാണ് എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് വരുന്നത്? SKN 2.5 വയസ്സുകാരി പിതാവിൽ നിന്നും നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമാണ് എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ ഉള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദമായ വിവരങ്ങൾ ഇന്ന് പുറത്തു വരികയാണ്. അതിൽ പറയുന്നത് ഈ കുഞ്ഞിനെ പിതാവ് ആദ്യം അതിക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് ഈ കുഞ്ഞിനെ എടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു. ചുമരിൽ തട്ടി താഴോട്ട് ഈ കട്ടിലിലേക്ക് കുട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടിയുടെ തലച്ചോർ ഇളകിയ നിലയിലായിരുന്നു. കുട്ടിയുടെ വാരിയല്ലുകൾ തകർന്ന നിലയിൽ, വാരിയല്ല് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും തറച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുഞ്ഞിന്റെ ശരീരത്തിൽ 70ഓളം മുറിവുകൾ ഉണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ പല മുറിവുകളും നേരത്തെ പഴക്കം ചെന്ന മുറിവുകളാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ രഹസ്യ ഭാഗങ്ങളിൽ അടക്കം മുറിവേറ്റു എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു. എന്നാൽ മരണത്തിന് കാരണമായി പറയുന്നത് കുട്ടിയുടെ തലച്ചോറിലുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ പിതാവിൽ നിന്നും ദിവസങ്ങളായി നേരിട്ട അതിക്രൂരമായ പീഡനവും മർദ്ദനവുമാണ് ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ബന്ധുക്കൾ പറയുന്നത് നേരത്തെയും അതിക്രൂരമായ മർദ്ദനം ഈ പിതാവ് മുഹമ്മദ് ഫായിസിൽ നിന്നും കുട്ടിയുടെ മാതാവിനൊപ്പം തന്നെ കുട്ടിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ പലതവണ കുട്ടിക്കും മാതാവിനും മർദ്ദനം ഏൽക്കുമ്പോൾ പോലീസിനെ പലതവണ സമീപിച്ചെങ്കിലും പോലീസിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു ഇടപെടലോ നടപടിയോ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. പലപ്പോഴും കോംപ്രമൈസ് ആക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതും ഈ കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ മരണം സംഭവിച്ചപ്പോൾ മാത്രമാണ് പോലീസ് നടപടിയിലേക്ക് കടന്നത് എന്നും കുടുംബം ആരോപിക്കുന്നു. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം. തോമസ് കുട്ടി പറയുന്നു, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ RLV രാമകൃഷ്ണൻ ഇങ്ങനെയൊന്നും ഒരു അനുഭവം ഉണ്ടാകില്ല. ശരിയാണ്. മാത്രമല്ല ഈ ഉരുകോടിയിൽ RLV രാമകൃഷ്ണൻ പറയുന്നൊരു അനുഭവമുണ്ട്. ഒരു പുഴ കടക്കാൻ കുട്ടിയായിരുന്ന RLV രാമകൃഷ്ണനെ തോളിലെടുത്ത് വെച്ച് നീന്തുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയ കലാഭവൻ മണി യഥാർത്ഥത്തിൽ അനുജൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ എടുത്ത യാതനയും ക്ലേശവും ആ പുഴ നീന്തി കടന്നതും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒരു ചോര കിനിയുന്ന ഒരു സഹോദരി ബന്ധത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്കത് കാണാൻ കഴിയും. നിങ്ങൾ കാണുക ഫ്ലവേഴ്സ് ഒരു കൂടി ഇന്ന് രാത്രി 9 മണിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.